ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു കിച്ചടിയാണ്. ആപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചടി തയ്യാറാക്കുന്നത്. കിച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഗ്രീൻ ആപ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കിൽ റെഡ് ആപ്പിൾ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഒരു ലേശം പുളിയുള്ള റെഡ് ആപ്പിൾ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റുള്ള കിച്ചടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ആപ്പിളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റാം. 2 ആപ്പിളാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ആപ്പിളിൻ്റെയും തൊലിയെല്ലാം നമ്മൾ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആപ്പിൾ വേവിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ടങ്ങ് അരിഞ്ഞാൽ മതിയേ. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ആപ്പിളാണ് ആകെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അധികം വെള്ളം വേണ്ട ആപ്പിൾ വേവിക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്തോളും. നിങ്ങൾ ചെറുതായിട്ട് മുറിച്ചാൽ ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കണേ. പിന്നെ ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ട് അധിക സമയം വെക്കരുത്. പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ വീതം കടുക്, നല്ല ജീരകം ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ആപ്പിൾ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പ് ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം. പിന്നെ നിങ്ങൾ പച്ചമുളക് ചേർക്കുമ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇത്രയും വേണ്ട. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തേങ്ങയുടെ കാര്യം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് സ്പൂണ് കുമിച്ചുള്ള അളവല്ല, ലെവൽ ചെയ്തിട്ടാണ് ഞാൻ തേങ്ങാപ്പീര എടുത്തേക്കുന്ന അളവ് 7 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അരപ്പ് കൂടി പോകാതെ നോക്കണേ. ഒരുപാട് കുമിച്ചെടുത്തു കഴിഞ്ഞാൽ അരപ്പ് കൂടിപ്പോവും. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരപ്പും കൂടി ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ ഇതിൽ ഞാനൊരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണേ. തൈര് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പ് കുറയും. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കണേ. തൈര് ഞാൻ ഒട്ടും ഉടയ്ക്കാതാണ് ചേർത്തേക്കുന്നത്. അങ്ങനെ ഉടച്ച് ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഇതിലൂടെ ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് വല്ലാതെ അങ്ങ് ലൂസായിപ്പോവും. തൈരൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തിളയ്ക്കൊന്നും വേണ്ട. തൈര് ചേർത്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, പുളിയൊക്കെ മതിയോ എന്നൊന്ന് നോക്കണം. ഓരോരുത്തർ ഉപയോഗിക്കുന്ന തൈരും പല രീതിയിലായിരിക്കും പുളിയുള്ളത്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി ഇച്ചിരൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ലേശം കൂടെ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ്. ഞാനിപ്പം ടേസ്റ്റ് നോക്കി, അത്യാവശ്യം പുളിയും എരിവും എല്ലാം ഉണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് കയറി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാമേ. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4 വറ്റൽമുളക് കൂടെ ഒന്ന് മുറിച്ചുകൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ വറവ് നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് പോവേണ്ട, നേരെ അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതിയേ. ഇപ്പം നമ്മുടെ ആപ്പിൾ കിച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റാണിതിന്. എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് പച്ച ആപ്പിൾ കിട്ടാനില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഈ റെഡ് കളറിലുള്ള ആപ്പിൾ. അത് വെച്ചും ചെയ്യാവുന്നതാണ്. കുറച്ച് പേരുള്ള വീട്ടിലേക്ക് 2 ആപ്പിൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് 1 ആപ്പിൾ എടുത്തിട്ട് എല്ലാത്തിൻ്റെ അളവ് പകുതിയാക്കിക്കൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ
നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്